മുനമ്പം പ്രശ്നം സഭാ മേലധ്യക്ഷന്മാരുമായും KCBCയുമായും ചർച്ചയ്ക്കൊരുങ്ങി ലീഗ്. മുസ്ലിം നേതാക്കളടക്കം ചർച്ചയിൽ പങ്കെടുക്കും. ന്യൂനപക്ഷങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന സംഘ് പരിവാർ അജണ്ട തുറന്നു കാട്ടുന്നതോടൊപ്പം BJPയുടെ രാഷ്ട്രീയ മുതലെടുപ്പിന് വഴിയൊരുക്കരുതെന്ന നിർദ്ദേശം ചർച്ചയിൽ ഉയർന്നേക്കാം. വഖഫ് ബില്ലിലൂടെ BJPക്കും കേന്ദ്രത്തിനും കഴിയാത്ത കാര്യം യാഥാർത്ഥ്യമാക്കാൻ ഒരുങ്ങുകയാണ് ലീഗ് നേതാക്കൾ. മുനമ്പം വിഷയം വഖഫ് ബില്ലിലൂടെ പരിഹരിക്കുമെന്ന BJPയുടെ പ്രചാരണത്തെ പൊളിച്ചുകാട്ടാൻ ഒരുങ്ങി മുസ്ലിം ലീഗ്. വിഷയത്തിൽ ക്രൈസ്തവ സഭാ മേലാധ്യക്ഷന്മാരുമായി ചർച്ചയ്ക്കായി ലീഗ് ഒരുങ്ങുന്നു. ലീഗ് അടക്കമുള്ള പാർട്ടികൾ മുനമ്പത്ത് താമസക്കാർക്കൊപ്പമാണ് തങ്ങളെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കിയിരുന്നു. സമരത്തെ വഖഫ് ബില്ലിലൂടെ വിജയിപ്പിക്കാമെന്നത് BJPയുടെ രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള പ്രചാരണം മാത്രമാണെന്ന വസ്തുത സഭാ മേലാധ്യക്ഷന്മാരെ ധരിപ്പിക്കാനും ലീഗ് നേതൃത്വത്തിൽ ധാരണയായിട്ടുണ്ട്. കേരളത്തിൽ BJPയുടെ രാഷ്ട്രീയ മുതലെടുപ്പിന് വഴിയൊരുക്കരുതെന്ന നിർദ്ദേശവും ചർച്ചയിൽ ഉയർന്നേക്കാം. ബില്ലിന്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങൾക്ക് മുൻകാല പ്രാബല്യമില്ലാത്തതിനാൽ തന്നെ സമരം ഒത്തുതീർക്കാൻ ബില്ല് പര്യാപ്തമല്ലെന്ന വാദത്തിലാണ് ലീഗും UDFും ഉറച്ചു നിൽക്കുന്നത്. ഇക്കാര്യങ്ങളും വിശദമായി കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്യപ്പെടും. ലീഗ് നേതൃത്വവും സഭാ മേലാധ്യക്ഷന്മാരുമായി ഒരു വട്ടം നടന്ന ചർച്ചകൾ ഫലപ്രദമായിരുന്നു. എന്നാൽ അതിനെ തുരങ്കം വെക്കുന്ന തരത്തിലുള്ള സംസ്ഥാന വഖഫ് ബോർഡിന്റെ പ്രവർത്തനങ്ങളാണ് സഭയെ വീണ്ടും BJPയിലേക്ക് എത്തിച്ചത്. അതിന്റെ ഭാഗമായി KCBCയും CBCIയും വഖഫ് ബില്ലിൽ നിലപാട് സ്വീകരിക്കുകയും ചെയ്തിരുന്നു. കേരളത്തിൽ നിന്നുള്ള എല്ലാ MPമാരും വഖഫ് ബില്ലിനെ അനുകൂലിച്ച് വോട്ട് ചെയ്യണമെന്നുള്ള നിർദ്ദേശവും രണ്ട് സംഘടനകളും നൽകിയിരുന്നു. ഇതിനുശേഷം കോൺഗ്രസ് നേതൃത്വം KCBCയും വിവിധ മതമേലാധ്യക്ഷന്മാരുമായും ആശയവിനിമയം നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് വിഷയം പരിഹരിക്കാൻ ലീഗിന്റെ നേതൃത്വത്തിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ ചർച്ചകൾ തുടങ്ങാനിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള വഖഫ് ബോർഡാണ് കാര്യങ്ങളെ ഇത്രമേൽ സങ്കീർണമാക്കിയതെന്നും UDF വിലയിരുത്തുന്നുണ്ട്. കേന്ദ്രം കൊണ്ടുവന്ന വഖഫ് ബില്ലിലൂടെ സംസ്ഥാനത്തെ ന്യൂനപക്ഷങ്ങൾ വിഭജിക്കപ്പെട്ടാൽ അതിന്റെ പരോക്ഷ ഗുണം തങ്ങൾക്ക് ലഭിക്കുമെന്ന CPMന്റെ സങ്കുചിത രാഷ്ട്രീയ ചിന്തയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചതെന്നുള്ള ആരോപണവുമുണ്ട്. VS സർക്കാരിന്റെ കാലത്ത് കൊണ്ടുവന്ന നിസാർ കമ്മീഷൻ കണ്ടെത്തലുകളാണ് മുനമ്പം വിഷയം സങ്കീർണമാക്കിയത്. ഭൂമി വഖഫാണെന്നായിരുന്നു അവരുടെ കണ്ടെത്തൽ. എന്നാൽ വഖഫ് ഭൂമി വിൽപ്പന നടത്തിയതോടെ അതിന്മേലുള്ള അവകാശം സ്വാഭാവികമായും ഇല്ലാതായെന്ന നിരീക്ഷണവും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചർച്ചകളിലൂടെ അതിലെ തെല്ലും പതിരും തിരിച്ച് മുനമ്പം നിവാസികൾക്ക് അനുകൂലമായ തീരുമാനം ഉരുത്തിരിഞ്ഞു വരത്തക്ക രീതിയിൽ തീരുമാനമുണ്ടാക്കാനാണ് ലീഗിന്റെ ശ്രമം. ന്യൂസ് ഡെസ്ക് ന്യൂസ് 99. ഓരോ മുഹൂർത്തങ്ങൾക്കും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട്. അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.